അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കാണിത്. ഇപ്പോഴത്തെ ചൂടിന് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല പഴുത്ത ചെറുപഴമാണ് 4 കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നീ ഫ്രഷ് പാലെടുക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് നിലക്കടലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഏലക്കയും കൂടി ചേർത്ത് ഞാനതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്പൂണിന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫുഡ് കളറാണ് എടുക്കുന്നത്. ഒരു പിസ്തയുടെ ഫുഡ് കളറാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 2 ഡ്രോപ്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആ പിസ്തയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ പിസ്തയുടെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. കുറച്ച് നട്ട്സും റൈസിൻസും ഒക്കെ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.